പ്രൈസ് ദ ലോർഡ്. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവചനം നിങ്ങൾക്ക് കൈമാറുവാൻ ഇന്ന് പകലിൽ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അതിന് ആധാരമായിട്ട് ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗ് എന്ന് 2 അമോരി രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി. ദൈവം ഇന്ന് നിങ്ങൾക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, ചിലത് കേട്ടപ്പോൾ യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ചില പ്രവർത്തികൾ കേട്ടപ്പോൾ ശത്രുവിൻ്റെ ഹൃദയം ഉരുകിപ്പോയി. ഇവിടെ ഈ വചനഭാഗത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്, യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം ഇസ്രയേൽ ജനത്തിനു വേണ്ടി ചെയ്ത ചില പ്രവർത്തികൾ ശത്രുരാജ്യം കണ്ടതുകൊണ്ടല്ല, അവർ അനുഭവിച്ചതുകൊണ്ടല്ല, മറിച്ച് അതേക്കുറിച്ച് ഒരു ശ്രുതി കേട്ടപ്പോൾ, ദൈവം അവർക്ക് വേണ്ടി ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ അവരുടെ മനസ്സ് ഉരുകിപ്പോയി. മനസ്സ് ഉരുകിപ്പോവുക എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ധൈര്യം, മനസ്സിൻ്റെ ആ ബലം അത് ചോർന്നുപോയി, അത് ക്ഷയിച്ചുപോയി. മനസ്സിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ, ആ ഒരു ശക്തി, ആ ഒരു ബലം അത് ഉരുകിപ്പോയി, അത് ചോർന്നുപോയി. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ധൈര്യം ചോർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ ഒന്നിനും കൊള്ളത്തില്ല. ഇവിടെ ഇസ്രയേലിന് വിരോധമായി നിൽക്കുന്ന ശത്രു എന്ന് പറയുന്നത് നിസാരക്കാരനല്ല. നമുക്കറിയാം, മോശയുടെ കാലഘട്ടത്തിൽ കനാൻ ദേശം ഉറ്റുനോക്കുന്നതിന് വേണ്ടി മോശ ചിലരെ അങ്ങോട്ട് അയച്ചു. അവർ വന്നു പറഞ്ഞ റിപ്പോർട്ട്, 2 പേരൊഴിച്ച മറ്റുള്ളവർ പറഞ്ഞ റിപ്പോർട്ട്, നമ്മുടെ ശത്രു എന്ന് പറയുന്നത് അതികായകന്മാരാണ്, അവർ മല്ലന്മാരാണ്, അവരുടെ മുന്നിൽ നമ്മൾ വെട്ടുകിളിയെ പോലെയാണ്. അവർ നുണ പറഞ്ഞതല്ല, കള്ളം പറഞ്ഞതല്ല, മറിച്ച് അവർ എന്താണോ കണ്ടത് അതാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഈ ശത്രുവിൻ്റെ മുന്നിൽ നമ്മൾ വെട്ടുകിളികളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ മുന്നിൽ, നമ്മുടെ മുന്നിൽ ഒരു വെട്ടുകിളി നിന്നു കഴിഞ്ഞാൽ, കാലുകൊണ്ട് ഒന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ വെട്ടുകിളി തീർന്നു. ഈ ഒരു അവസ്ഥയുള്ളൂ അവരുടെ മുന്നിൽ നമ്മൾ. അങ്ങനെയുള്ള അധികായന്മാരായ ശക്തന്മാരായ ശത്രുവിൻ്റെ ഹൃദയം ദൈവം ഈ ജനത്തിനു വേണ്ടി ചെയ്ത ചില പ്രവർത്തികളെ കുറിച്ച് കേട്ടപ്പോൾ, ആ പദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവം ശത്രുവിൻ്റെ മുന്നിൽ ഇറങ്ങി വന്നപ്പോഴല്ല, ശത്രുവിനോട് പോരടിക്കുവാൻ വേണ്ടി ചിലരെ ദൈവം ഒരുക്കിയെടുത്ത് അവരുടെ മുന്നിൽ അയച്ചപ്പോഴല്ല, മറിച്ച് ദൈവം അവർക്ക് വേണ്ടി ചെയ്ത ചില വൻ കാര്യങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ ശത്രുവിൻ്റെ ഹൃദയം ഉരുകിപ്പോയി. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത ചില വൻ കാര്യങ്ങളെ കുറിച്ച്, ദൈവം ചെയ്ത ചില ദൈവപ്രവർത്തികളെ കുറിച്ച് നിങ്ങളെ എതിർക്കുന്ന ശത്രു കേട്ടുകഴിയുമ്പോൾ, ശത്രു എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളാകാം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളാകാം, നിങ്ങളെ മുന്നോട്ട് വിടാത്ത അവസ്ഥയാകാം, ഏതുമാകട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള ശ്രുതി കേട്ടപ്പോൾ, ദൈവപ്രവൃത്തിയെക്കുറിച്ചുള്ള ശ്രുതി കേട്ടപ്പോൾ നിന്റെ ശത്രുവിൻ്റെ ഹൃദയം ഉരുകി പോകുമാറ് ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഇവിടെ ഇസ്രയേൽ ജനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഫറവോന്റെ അടിമത്വത്തിൽ കിടന്ന, ശക്തനായ ഫറവോന്റെ അടിമത്വത്തിൽ കിടന്ന ഇസ്രയേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഒന്നിനു പുറകെ ഒന്നായിട്ട് 10 ബാധകളെ അയച്ചു. അത് നിമിത്തം ഇസ്രയേൽ ജനം ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് പുറപ്പെട്ടു. അവർ ചെങ്കടലിൻ്റെ മുന്നിലെത്തിയപ്പോൾ അതുവരെ ചരിത്രത്തിൽ സംഭവിക്കാത്ത, അല്ലെങ്കിൽ ഇന്നുവരെ ചരിത്രത്തിൽ സംഭവിക്കാത്ത, സയൻസിന് അത്ഭുതകരമായ ഒരു കാര്യം ദൈവം അവർക്ക് വേണ്ടി ചെയ്തു. ചെങ്കടലിനെ 2ആക്കിക്കൊണ്ട് ഉണങ്ങിയ നിലത്തിലൂടെ തൻ്റെ ജനത്തെ ദൈവം അക്കരെ എത്തിച്ചു. എന്നാൽ ശത്രുവിൻ്റെ സൈന്യത്തെ ചെങ്കടലിൽ ദൈവം മുക്കിക്കളഞ്ഞു. മരുഭൂമിയിൽ, വെള്ളമില്ലാത്ത മരുഭൂമിയിൽ പാറയിൽ നിന്ന്
അത്ഭുതകരമായി ദൈവം വെള്ളം ഇസ്രായേൽ ജനത്തിനു വേണ്ടി കൊടുത്തു. മരുഭൂമിയിൽ ഭക്ഷിക്കാൻ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ മന്ന കൊടുത്ത്, അവർക്ക് ഇറച്ചിക്ക് ആവശ്യമായ കാടപ്പക്ഷിയെ കൊടുത്ത് ദൈവം ഇസ്രായേൽ ജനത്തെ വഴി നടത്തി. അവരോട് എതിർത്ത ശത്രുക്കളോട് ദൈവം ചെയ്ത അത്ഭുതകരമായ ചില പ്രവൃത്തികൾ നിമിത്തം, അതേക്കുറിച്ച് ഈ ശത്രുരാജ്യം കേട്ടതു നിമിത്തം അവരോട് എതിർക്കണമെന്ന്, ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് വിടരുത്, തങ്ങളുടെ ദേശത്തെ കാലു കുത്താൻ അനുവദിക്കരുത് എന്ന് കരുതിയിരുന്ന ശത്രുവിൻ്റെ ഹൃദയത്തിൻ്റെ ബലം ഒലിച്ചുപോയി, ധൈര്യം ഒലിച്ചുപോയി. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നത് നിമിത്തമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില പ്രവർത്തികളെ കുറിച്ച് കേട്ടിട്ട്, ദേശത്തിനകത്ത് നിങ്ങളെ നിന്ദിച്ച ചില വ്യക്തികളുടെ, നിങ്ങൾക്കെതിരായിട്ട് വെല്ലുവിളി നടത്തുന്ന ചില വ്യക്തികളുടെ, നിങ്ങൾക്കെതിരായിട്ട് വെല്ലുവിളി നടത്തുന്ന ചില സാഹചര്യങ്ങളുടെ ഹൃദയം ദൈവം ഉരുക്കിക്കളയാൻ പോവുകയാണ്. ഒരുപക്ഷെ അങ്ങനെ നിങ്ങളോട് വെല്ലുവിളി നടത്തുന്നത് ചിലപ്പോൾ രോഗമായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം. പ്രശ്നം എന്തുമാകട്ടെ, സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ശ്രുതി കേട്ടത് നിമിത്തം മാത്രം നിങ്ങളെ മുന്നോട്ട് വിടത്തില്ല. ഒരു ബൗണ്ടറിക്കകത്ത് ഒതുക്കി നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ശത്രുവിൻ്റെ ഹൃദയം ഉരുകിപ്പോകാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ വട്ടം കറക്കിയ, നിങ്ങളെ ചുറ്റിക്കുമാറാക്കിയ, നിങ്ങളെ മുന്നോട്ട് വിടാതെ തടുത്തു നിർത്തിയ ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഭ്രമിച്ചു പോകാൻ പോവുകയാണ്. അത് നിങ്ങളെ കണ്ടുകൊണ്ടല്ല, നിങ്ങളുടെ ശക്തി കണ്ടിട്ടോ നിങ്ങളുടെ വലിപ്പം കണ്ടിട്ടോ അല്ല, മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ശ്രുതി കേട്ടിട്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ചില സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട്, നിന്റെ ദൈവത്തിൻ്റെ ശക്തി എന്ത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരുടെ ധൈര്യം, അവരുടെ ബലം ഒലിച്ചു പോകുന്ന, ഉരുകിപ്പോകുന്ന ഒരവസ്ഥ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗീയ പിതാവേ, കഴിഞ്ഞ നാളുകളിൽ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത് നിമിത്തം വളരെ ബുദ്ധിമുട്ടിയ, കരഞ്ഞ ഒത്തിരി വ്യക്തികൾ ഇന്നെന്നെ കേൾക്കുന്നുണ്ട്. അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഇസ്രായേൽ ജനത്തിനു വേണ്ടി അങ്ങ് കഴിഞ്ഞ നാളുകളിൽ ചെയ്ത അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ, മാറ്റമില്ലാത്ത ദൈവമാണല്ലോ കർത്താവേ. അങ്ങ് അവർക്ക് വേണ്ടി ചെയ്ത ആ ശ്രുതികളെ കുറിച്ച് കേട്ടിട്ട് അവരെ എതിർക്കുന്ന ശത്രുവിൻ്റെ ഹൃദയം ഉരുകുമാറ് ഒരു ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതകരമായ ഒരു വിടുതൽ, ഇവർ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ അവിടുന്ന് കൽപ്പിച്ചിരിക്കയാൽ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പൊന്നു കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപയിൽ പൊതിയണം. എല്ലാ മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലത്, നിങ്ങൾ യുദ്ധം ചെയ്യാതെ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ശ്രുതി കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു.